മാരുതി ബ്രസയിൽ കണ്ട സ്മാർട്ട് ഹൈബ്രിഡ് പോലൊരു സംഗതി വളരെ സിമ്പിളായിട്ട് അവർ സ്കൂട്ടറിൽ കൊടുത്തതിനുള്ള ഗുണമാണ്. ഞാനോട് ചോദിച്ചായിരുന്നു കേട്ടോ, ഇതെപ്പോഴാണ് ഈ അസിസ്റ്റ് വർക്ക് ചെയ്യുക? ഇനീഷ്യൽ ടോർക്കിലാണോ അല്ലെങ്കിൽ? നമസ്കാരം. സ്കൂട്ടറുകളിൽ ടി വി എസിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ വലുതാണ് നമ്മുടെ ഇന്ത്യൻ നിരത്തിൽ. ഇവരുടെ ബോഡി ബാലൻസ് ടെക്കും അതുപോലുള്ള ആ ഒരു വണ്ടികളുടെ ആ ഒരു ഫീച്ചേഴ്സും എല്ലാം തന്നെ പറഞ്ഞ് പഴകിയതാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിലേക്ക് പറയാനായിട്ട് കുറച്ച് പുതുമകളും കുറച്ച് കൂടുതൽ കാര്യങ്ങളുമായിട്ടാണ് പുതിയ ജൂപ്പിറ്റർ വന്നിട്ടുള്ളത്. ഇത് 2024 ജൂപ്പിറ്ററാണ്. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടി വി എസ് ജൂപ്പിറ്റർ 2024 ട്രാക്കിലൂടെയാണ് ഓടിക്കുന്നതെന്നാണ്. വലിയ സസ്പെൻസൊക്കെ വെച്ചിട്ട് നമുക്ക് വണ്ടി കാണിക്കാൻ കുറച്ച് സമയമൊക്കെ എടുത്ത് വണ്ടി തരുമ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്നുകിൽ ജൂപ്പിറ്റർ ഇലക്ട്രിക് ആയിരിക്കും, അല്ലെങ്കിൽ ജൂപ്പിറ്റർ ആ ഒരു CNG ആയിരിക്കും, ബജാജിനിട്ടുള്ള അവരടുത്ത ഒരു കൗണ്ടർ വേണമല്ലോ. പക്ഷേ രണ്ടുമല്ല സംഭവിച്ചത്. പുതിയ ഫേസ് ലിഫ്റ്റ് എന്നോ പുതിയ അപ്ഡേഷൻ എന്നോ പറയാവുന്ന ജൂപ്പിറ്ററിൻ്റെ 110ൻ്റെ പുതിയ മോഡലാണ് വന്നത്. ഈ മോഡലിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. രൂപത്തിൽ മുഴുവനായിട്ട് ഉടച്ചു വാർക്കൽ നടന്നിട്ടുണ്ട്. ഇപ്പം മുന്നിലെ ഒരു ഹെഡ്ലൈറ്റ് LED ആണ്, താഴെ ഒരു വലിയ LED ബാറുണ്ട്. ആ ബാറെന്ന് പറയുന്നത് സെൽറ്റോസ് പോലെ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ കിയ കാരൻസൊക്കെ പോലെ ഒരു വലിയ ബാറാണ്. ആ ബാർ കാരൻസിൽ ബാറിലല്ലേ, ഓക്കെ. ആ ബാറിന് ഇൻഡിക്കേറ്റർ ഫങ്ഷനാലിറ്റി 2 വശത്ത് കൊടുത്തത് ഓണാക്കുമ്പോൾ ആ ഒരു ബാറിൻ്റെ പകുതി ലൈറ്റപ്പ് ചെയ്യുന്ന പോലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല രസം തോന്നി. പിന്നെ ബാക്കിൽ അതുപോലെ തന്നെയാണ്. പിന്നെ പൾസറിൽ 2008 കണ്ട ആ ഒരു സംഗതി ഉണ്ടല്ലോ, നമ്മുടെ ഇൻഡിക്കേറ്റർ ഓഫ് ആവുന്നത് തിരിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു വണ്ടിക്കകത്ത് കണ്ടു. പുതിയ ഫീച്ചറാണ്, ഇന്നോവേറ്റീവാണ്, നല്ല കാര്യമാണ്. പല വണ്ടികളും ഇപ്പോൾ അത് എടുത്ത് കളയുമ്പോൾ ബൈക്കിലേക്ക് അത് ഇല്ലാതാകുമ്പോൾ ജൂപ്പിറ്റർ അത് വന്നിട്ടുണ്ട്. ഓക്കെ, 2008 ബജാജ് ചെയ്തത് TVS ചെയ്തു, വാട്ടവർ. പക്ഷേ കഥ മാറുന്നത് അവിടെയല്ല. ഈ 113cc സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എൻജിൻ എന്ന് പറയുന്നത് ഏകദേശം 5.9 കിലോവാട്ട് പവറും 9.2 ന്യൂട്രൺ മീറ്ററോളം ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഇതിനൊരു ഇൻ്റലിജൻറ്റ് സ്റ്റാർട്ടർ ജനറേറ്റർ ഉണ്ട്. എന്ന് വെച്ചാൽ ഹോണ്ട ആക്ടിവ ഉള്ള വണ്ടികൾ നമ്മൾ കണ്ട സെൽഫ് സ്റ്റാർട്ടർ ഇല്ലാത്ത ആ ഒരു സ്റ്റാർട്ടിങ് ഓൾട്ടർനേറ്റർ തിരിച്ച് കറങ്ങുക എന്നുള്ളത് നിസ്സംശയം പറയാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അത് ഈ ഒരു വണ്ടിക്കുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ ആഡഡ് ബോണസായിട്ട് ഇവരിൻ്റെ ബാറ്ററി മാറ്റി മോർ പവർഫുൾ ആയിട്ടുള്ള ബാറ്ററി വെച്ചിട്ട് ഇവർ ഇൻ്റലിജൻറ്റ് സ്റ്റാർട്ടർ ജനറേറ്ററിൻ്റെ ആ ഒരു ജനറേറ്ററിന് ഒരു ഫംഗ്ഷൻ കൂടി കൊടുത്തു. അത് iGo എന്ന് പറയുന്ന ഫീച്ചറാണ്. എന്ന് വെച്ചാൽ വണ്ടി ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ചെറിയ ഒരു ടോർക്ക് എക്സ്ട്രാ ആടാവുന്ന പറയുന്നത്. അങ്ങനെ ആടാകുമ്പോൾ 9.2 ന്യൂട്രൺ മീറ്റർ എന്ന് പറയുന്നത് 9.7 ന്യൂട്രൺ മീറ്റർ ആവുന്നത് നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ പുഷ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എമർജൻസി ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ ഫീച്ചർ കണ്ടു. അസിസ്റ്റ് റെഡി ആണല്ലേ. അസിസ്റ്റ് റെഡി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൈ കൊടുക്കുമ്പോഴും വണ്ടി പാഞ്ഞു പോകുന്നുണ്ടോ, എന്താണ് ടോപ്പ് സ്പീഡ് നോക്കാം. അതിൻ്റെ കൂടുതൽ കയറുന്നില്ല. ഒരു പാവം വണ്ടിയാണ്, ഒരു കുഞ്ഞു വണ്ടിയാണ്, ഒരു ഫാമിലി വണ്ടിയാണ്, ഒരു സ്കൂട്ടറാണ്. അതിൻ്റെ ഫാസ്റ്റ് വണ്ടിക്ക് ഉണ്ട് കേട്ടോ, അത് പറയാം. അപ്പോൾ ഈ ഒരു ഇൻ്റലിഗോയും ISGയും കൂടാതെ ഈ ഒരു പവർ ടോർക്ക് ഫിഗറുകളും വെച്ചിട്ട് ഈ ഒരു എൻജിൻ എങ്ങനെയാണ് ഈ വണ്ടിയിൽ പ്രവർത്തിക്കുന്നത് ആദ്യം പറയാം. സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുമ്പോൾ ഒരു ചെറിയ ഒരു അസ്കിതി വണ്ടിക്കുണ്ട്. എന്ന് വെച്ചാൽ ഒരു തുള്ളിച്ചാട്ടം ഉണ്ട്. സാധാരണ ഐഡ്ലിങ് അത്ര സ്മൂത്ത് അല്ല. പക്ഷേ ഇതിൻ്റെ പിസ്റ്റൺ ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ ആ ഒരു പിസ്റ്റൺ ഓടുന്ന വഴിക്കുള്ള ആ ഭാഗങ്ങളിലൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ ഒരു ചേർന്ന് ടെക്നിക്കലായിട്ട് അതൊക്കെ തന്നെയും വണ്ടിയുടെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നാണ് TVS പറയുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഒരു മൊത്തത്തിലൊരു സ്മൂത്ത്നെസ് ഉണ്ട്. ഓടിക്കുമ്പോൾ നല്ല സുഖമുണ്ട് ഓടിക്കാനായിട്ട്. ആ ഒരു സ്റ്റാർട്ടിങ്ങിലെ ഒരു കാര്യം മാറ്റി നിർത്തിയാൽ മതി. അത് പക്ഷേ വലിയൊരു പ്രശ്നമൊന്നുമല്ല. അപ്പോൾ ഞാനങ്ങനെ കൈ കൊടുത്ത് ഓടിക്കുമ്പോഴേ എനിക്ക് തോന്നുന്ന ഒരു ഫാമിലി സ്കൂട്ടർ കൈ കൊടുത്ത് ഓടിക്കുന്നതിനേക്കാൾ നല്ലത് മാന്യമായിട്ട് ഓടിക്കുന്നതാണ്. എന്നാലും ഒന്ന് ബ്രേക്ക് ചെയ്യട്ടെ. വാവ്, ബ്രേക്കിങ് നല്ലതാണ്. വണ്ടി പിടിച്ചെടുത്ത് നിന്നിട്ടുണ്ട്. ഇനി ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. ഇപ്പോൾ വണ്ടി ഓഫ് ആവും. അതായത് ISG, ഈ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് കൂടിയുള്ള ISG ആണ്. അപ്പോൾ ഇത് ഓഫ് ആവാൻ ചാൻസ് ഉണ്ട്. ഓഫ് ആവാൻ വേണ്ടിയിട്ടാണ് മീൻ ഓഫായി. ഇനി ഞാനിതിങ്ങനെ തിരിച്ചാൽ ഇത് സ്റ്റാർട്ടാവുകയും ചെയ്യും. അങ്ങനെ സ്റ്റാർട്ടായി കഴിയുമ്പോൾ ആ ഒരു തുള്ളിച്ചാണ്ടോ ഞാൻ പറഞ്ഞേ. ഇനി നമുക്കൊന്ന് കൈ കൊടുക്കാം, ക്യുക്കായിട്ട് കൈ കൊടുക്കാം. ആ അസിസ്റ്റ് റെഡി എന്ന് പറയുന്ന സംഭവം അടിപൊളി കേട്ടോ. അത് കാണിക്കുന്നുണ്ട് അവിടെ. അസിസ്റ്റ് റെഡിയാണ്.
ഇത് കഴിഞ്ഞിട്ട് ഞാൻ റൈഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയാം. ഓക്കെ, 90 കിലോമീറ്റർ സ്പീഡ് കയറാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ഹാൻഡ്ലിങ്ങിലേക്ക് വരാം. ബോഡി ബാലൻസ് ടെക് 2, നിങ്ങൾ ഈ വാക്ക് എവിടെ നിന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ TVS വിഗോ എന്ന് പറഞ്ഞ വണ്ടിയുടെ മെയിൻ ആ ഒരു കീ ഫാക്ടറായിരുന്നു ബോഡി ബാലൻസ് ടെക്. അതിപ്പോൾ ജൂപ്പിറ്ററിന് കൊടുത്തുക 2.0 എന്ന് പറഞ്ഞിട്ട് അത് കാണാറുണ്ട്. ഈ ഒരു ഫ്രെയിമിൻ്റെ ഒരു ഫീൽ നമുക്ക് കൊണ്ട് ഓടിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. നല്ല സ്മൂത്താണ്, ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ തിരുവനന്തപുരം വളവൊക്കെ നമുക്ക് കൈ കൊടുത്ത് പോകുമ്പോഴും വലിയ പേടി തോന്നുന്നില്ല, നല്ല രസമുണ്ട് ഓടിക്കാനുണ്ട്. അപ്പോൾ ബോഡി ബാലൻസ് ടെക് വർക്ക്സ്. ഈ ഒരു 12 ഇഞ്ച് വീലിൽ അത്യാവശ്യം ഫ്ലഷ് ആയിട്ടുള്ള റൈഡ് കൂടെ ഈ ഒരു വണ്ടിക്കുണ്ട് എന്നുള്ളതാണ്. എനിക്ക് 1-2 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ TVSൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണ്? എൻടോർക്കാണോ, ജൂപ്പിറ്ററാണോ, അതോ പഴയ വിഗോ ആയിരുന്നോ? എനിക്ക് എൻടോർക്കിനാണ് കൂടുതൽ പ്രിയം. ഞാൻ സ്പോർട്ടി ആയിട്ടുള്ള ഒരു വണ്ടിയായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു വണ്ടിക്ക് ഇതിൻ്റെതായിട്ടുള്ള മെറിറ്റുകളുണ്ട്. ഇത് ഓടിക്കാനുള്ള ആ ഒരു രസം, ഇതിൻ്റെ സ്മൂത്ത്നെസ്, ഒരു ഫാമിലി മാൻ എന്ന് എനിക്ക് കാണുമ്പോൾ ഈ വണ്ടി നല്ലതായിട്ട് തോന്നും. എന്നാൽ ഒരു ഇത്തിരി കൂടി യുവത്വം ഫീൽ ചെയ്യണമെന്ന് തോന്നുമ്പോൾ നമുക്ക് എൻടോർക്ക് നല്ലതായിട്ട് തോന്നും. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു 45 കിലോമീറ്ററൊക്കെ ഒരു ഇന്ധനക്ഷമത പ്രതീക്ഷിക്കാം. ഇത് ഫ്യൂവൽ ഇഞ്ചക്ഷനാണ്, അതും ഒരു കാര്യമായിട്ട് പറയാം. സിംഗിൾ പ്ലഗാണ്, അതൊരു കാര്യമായിട്ട് പറയാം. അപ്പോൾ ഈ ജൂപ്പിറ്റർ പുതിയ ടെക്നോളജി ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് വന്നപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറം ഈ ഒരു എക്സ് കണക്ട് എന്ന് പറയുന്ന സ്മാർട്ട് എക്സ് കണക്ട് എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് വെച്ചിട്ട് ഇതിനകത്ത് നമുക്ക് മൊബൈൽ ആപ്പായിട്ടുള്ള കണക്ടിവിറ്റി ഉണ്ട്. അതായത് കണക്ടിവിറ്റി ഫീച്ചർ TVSൻ്റെ ഒരു പുതിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ സ്പീഡ് മാത്രമല്ല, ഡിസ്റ്റൻസ് MT, ട്രിപ്പ് റേഞ്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാം. കണ്ണാടി മാറിയിട്ടില്ല, കണ്ണാടി പഴയ കണ്ണാടി തന്നെയാണ്. എനിക്ക് ആ കണ്ണാടിയോടൊരു ചെറിയ ഒരു അനിഷ്ടം തോന്നി. കാരണം ഒരിത്തിരി ഫങ്കി ആയിട്ടുണ്ട് വണ്ടി. ഭംഗിയല്ല കേട്ടോ, ഫങ്കി എന്ന് ഉദ്ദേശിച്ചത്, തീർത്തും ഫങ്കി എന്ന് തന്നെ ഉദ്ദേശിച്ചത്. താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണ്ട. ആ ഒരു ഫങ്കി ആയ ഒരു വണ്ടിക്ക് ഒരു ഇത്തിരി കൂടി എന്താ പറയുക, ആ ഒരു നല്ല മിറർ കൊടുക്കാമായിരുന്നു. ഇവരുടെ ഏതോ ഒരു ലിമിറ്റഡ് എഡിഷന് ആ ഒരു നല്ല ഭംഗിയുള്ളൊരു മിറർ ഉണ്ട്. ഇനി ഈ വണ്ടി ഫാസ്റ്റാണോ വെച്ചല്ല, ഇത് ഫാസ്റ്റ് അല്ല, അതൊരു ഫാമിലി വണ്ടിയാണ്. അതായത് നമുക്ക് സാധാരണ ദിവസം ഒരു സിറ്റി ഡ്രൈവിന് എടുക്കാവുന്ന, റൈഡിന് എടുക്കാവുന്ന ഒരു സ്കൂട്ടറാണ്. എന്നാൽ അത്യാവശ്യം ഒരു എന്താ പറയുക, സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടി. ഇപ്പോൾ ബൂട്ടിൻ്റെ അകത്ത് അത്യാവശ്യം സ്ഥലമുണ്ട്, 2 ഹെൽമെറ്റ് വയ്ക്കാം. ഭാര്യയും ഭർത്താവും കൂടെ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ഒരാളുടെ ഹെൽമെറ്റ് വണ്ടിക്കടിയിലും മറ്റൊരാളുടെ ഹെൽമെറ്റ് എടുത്ത് കൈ പിടിച്ച് പോകേണ്ട അവസ്ഥ മാറി അതിനകത്തുണ്ട്. പിന്നെ ഫ്രണ്ടിലൊരു സ്റ്റോറേജ് സ്പേസ് കൂടെ കാണാം. ആ സ്റ്റോറേജ് സ്പേസിൽ 2 ലിറ്ററോളം ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ആ ഒരു മൊബൈൽ ചാർജറുണ്ട്. ഫ്രണ്ടിലാണ് ഫ്യൂൽ ഫില്ലിങ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇത് ശരിക്കും ഒരു അഡ്വാൻസ് ആയ വണ്ടിയായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഇനീഷ്യൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കിട്ടിയ ആ ഒരു എന്താ പറയുക, ആ ഒരു വൈബ്രേഷൻ ഒരു ഇത്തിരി അനോയിങ് ആയിട്ട് തോന്നാമായിരിക്കും. പക്ഷേ ബാക്കിയൊന്നും അങ്ങനെ പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. ഇനി ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ പറയാനുള്ളത് സീറ്റിൻ്റെ ആ ഒരു നീളമാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കണ്ടീഷനിലെ ഏറ്റവും വലിയ ആ ഒരു സീറ്റുള്ള ഒരു സ്കൂട്ടറാണ് ഈ കാറ്റഗറി ജൂപ്പിറ്റർ. അത് നമുക്കറിയാം. അത് ആ സീറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ തുറന്ന കാര്യം പറഞ്ഞപ്പോൾ, അകത്തെ കാര്യം പറഞ്ഞപ്പോൾ പുറത്തെ കാര്യം വിസിബിളാണ്. പിന്നെ നമ്മൾ ദിലീപ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് കാലിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു ഗ്യാസ് കുറ്റി വയ്ക്കാനുള്ള സ്ഥലമുണ്ടെന്നാണ് TVS അവകാശപ്പെടുന്നത്. ഓക്കെ, നമുക്കൊരു ഗ്യാസ് കുറ്റി കിട്ടുമ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് വാണിങ്ങുകളും കാര്യങ്ങളുണ്ട്, ഒരുപാട് ലൈറ്റുകളുണ്ട്, കാര്യങ്ങളുണ്ട്. നമുക്ക് എല്ലാ ഇൻഫർമേഷനും കിട്ടുന്നുണ്ട്. ഫ്യൂൽ മീറ്റർ താഴെയാണ്, അതൊക്കെ തന്നെ ഗുണമായിട്ട് കാണാം. സ്വിച്ചുകളുണ്ട്, ഹസാർഡ് ലൈറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ജൂപ്പിറ്റർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഒരു സ്കൂട്ടർ വാങ്ങാൻ മാർക്കറ്റിലുണ്ടെങ്കിൽ എനിക്ക് വേണ്ടത് ഒരു ഫാമിലി സ്കൂട്ടറാണെന്ന് കരുതാം. ഇപ്പോൾ വൈഫിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു വീട്ടിലൊരു ആവശ്യത്തിനുള്ള സ്കൂട്ടറാണെന്ന് കരുതാം. ഇതിനേക്കാളും നല്ല ഒരു വണ്ടി TVS ഉണ്ടോ സംശയമാണ്. പക്ഷേ സ്പോർട്ടി ആയിട്ട് വേണമെങ്കിൽ രണ്ടൊക്കെ തന്നെ എടുക്കണം കേട്ടോ. ഇപ്പോൾ ചാവി അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു കീയിൽ തന്നെ നമുക്ക് ഫ്യൂൽ ടാങ്കും അല്ലെങ്കിൽ ആ ഒരു ബാക്കിലെ ആ ഒരു സീറ്റുമൊക്കെ തുറക്കാമെന്നുള്ളതും ലൈറ്റുകളുടെ ആ ഒരു ഭംഗിയേക്കാളുപരി നമുക്ക് ആ ഒരു ഇൻഡിക്കേറ്റർ ഓഫ് ആവുന്നുള്ള യൂസും ഓഫ് ചെയ്യാൻ മറക്കില്ല എന്നുള്ള കാര്യവും സ്മാർട്ട് കണക്ട് ആപ്പിൽ മാപ്പിൻ്റെ കാര്യം മാത്രമല്ലാണ്ട് കോൾ വരുന്ന ആളുടെ ആ ഒരു പേര് കാണിക്കുമെന്നുള്ളതും കോൾ എടുക്കാനുള്ള സൗകര്യം വോയിസ് കമാൻഡ് ഉണ്ട് എന്നുള്ളതും എല്ലാം ഗുണങ്ങളാണ് എന്നുള്ളതാണ്. പുതിയ കുറേ കളറുകളുണ്ട്. അപ്പോൾ കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു സ്കൂട്ടറാണ് ഈ ഒരു ജൂപ്പിറ്റർ. മാരുതി ബ്രസയിൽ കണ്ട സ്മാർട്ട് ഹൈബ്രിഡ് പോലൊരു സംഗതി വളരെ സിമ്പിളായിട്ട് അവർ സ്കൂട്ടറിൽ കൊടുത്തുള്ള ഗുണമാണ്. ആ ഒരു അസിസ്റ്റ് കിട്ടുമ്പോൾ കൂടിയ ടോർക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട്, ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഫീലാണ് എൻ്റെ ഗുണം, അസിസ്റ്റ് റെഡി എന്ന് പറയുന്നത്. ഞാനോട് ചോദിച്ചായിരുന്നു കേട്ടോ, ഇതെപ്പോഴാണ് ഈ അസിസ്റ്റ് വർക്ക് ചെയ്യുക? ഇനീഷ്യൽ ടോർക്കിലാണോ അല്ലെങ്കിൽ വണ്ടി ഒരു പവർ ഇല്ല തോന്നുമ്പോഴാണോ? അപ്പോൾ അവർ പറഞ്ഞു ഇവഞ്ച്വലി അതിങ്ങനെ ചാർജാവും വർക്ക് ചെയ്യും. അതിന് പ്രത്യേകിച്ചൊരു അവരുടെ അൽഗോരിതം എഴുതിയിട്ടില്ല. എപ്പോഴും ചാർജ് ഉള്ളപ്പോൾ എപ്പോഴും വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ചാർജ് ആവും എന്നുള്ളൊരു സിസ്റ്റമാണ്. കൊള്ളാം, സംഗതി കൊള്ളാം, നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ആ ഒരു കളറാണോ ഇഷ്ടപ്പെട്ടത്, ഫീച്ചേഴ്സാണോ ഇഷ്ടപ്പെട്ടത്, എഞ്ചിനാണോ ഇഷ്ടപ്പെട്ടത്, അല്ല മൊത്തത്തിൽ ജൂപ്പിറ്റർ കൊള്ളാമെന്ന പ്രൊഡക്റ്റായി തോന്നുന്നുണ്ടോ എന്ന് പറയൂ, താഴെ കമൻറ്റ് ചെയ്താൽ മതി. അതായത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടില്ല, ഇത് ലോഞ്ച് ചെയ്തിട്ടായിരിക്കും നമ്മൾ വീഡിയോ ഇടാം. എന്നാലും ഇതിൻ്റെ പ്രൈസ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം വരാത്ത പ്രൈസ് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ വീഡിയോ ആദ്യം ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു പ്രൈസിൻ്റെ കാര്യത്തിൽ ഒത്തിരി നമ്മളോട് ക്ഷമിക്കാം. അപ്പോൾ അത്രയൊക്കെ പറയുള്ളൂ. ഇതിങ്ങനെ കുന്തളിപ്പ് കാണിച്ച് ഓടിക്കാൻ നല്ല രസമുണ്ട്. അതായത് ആ ഒരു 80 സ്പീഡിൽ നിങ്ങൾ ഫണ്ണ് കാണുമെങ്കിൽ. അപ്പോൾ
ആവശ്യത്തിലധികം കുന്തളിപ്പ് കൊണ്ട് കാണിച്ചു. 80 കിലോമീറ്റർ സ്പീഡ് പോകുമെന്ന് പറഞ്ഞ വണ്ടി 92 വരെ കയറിയിട്ടുണ്ട്. അതിനുള്ള സ്ഥലമേ ട്രാക്കിലുള്ളൂ. ഓക്കെ, ഈ സ്കൂട്ടർ അത്രയും സ്പീഡ് പോയാൽ മതി, അതിൽ കൂടുതൽ പോകേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഫാമിലി സ്കൂട്ടറാണല്ലോ. മറ്റേ സംഗതി കൊള്ളാം, ആ ഒരു അസിസ്റ്റ് കൊള്ളാം, കുറച്ച് നേരം ഉള്ളത് നല്ലതാണ്. പിന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പും അല്ലെങ്കിൽ ISC ഒക്കെ നല്ലതാണ്. ഈ വണ്ടി ഓഫ് ആവുന്നതും സ്റ്റാർട്ട് ആവുന്നതും കാര്യങ്ങളൊക്കെ നല്ലതാണ്, എല്ലാം കൊള്ളാം. അതായത് പുതുമയുണ്ട്, ഒരുപാട് പുതുമകളുണ്ട് ജൂപ്പിറ്ററിൽ. ഓൾവേസ് ജൂപ്പിറ്റർ നല്ല വണ്ടിയാണ്. 55 ലക്ഷം എന്ന് വെച്ചാൽ 5.5 മില്യൺ വണ്ടികൾ റോട്ടിലുണ്ട് 2013 കഴിഞ്ഞിട്ട് 2024 നിൽക്കുമ്പോൾ. അത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ, കുന്തളിപ്പ് ഇംപ്രഷൻ, അത്രേ ഉള്ളൂ.